അല്ല അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക. പൃഥ്വിരാജിന്റെ ഒക്കെ നായികയായി മാറുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നു? ഒരു പ്രതീക്ഷയില്ല. എന്നാ പിന്നെ നീ ഇത് പിടിമോനെ. ഒരു പ്രതീക്ഷയില്ല. ഇല്ല. ആറാട്ടന്റെ നായികയാവുമായിരിക്കും. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. അറിയത്തില്ല, അത് വിളിച്ചാൽ ചിലപ്പോ ആകുമായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഒരു തങ്ങളുടെ ഒരു പ്രൊഫഷനിലേക്ക് കേറിയപ്പോ ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നു? ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഒന്നും പറയുന്നില്ല, അവര് ഭയങ്കര സപ്പോർട്ട്. അല്ല, ഒന്നും കുറ്റം പറയുന്നില്ല, അവര് ഫുൾ സപ്പോർട്ടാ എല്ലാ ബന്ധുക്കളും. കറക്റ്റ് ആണല്ലേ? ഓ, ഭയങ്കര സപ്പോർട്ട്. കസിൻസ് എല്ലാം. ഓ ശരി, ഭയങ്കര ഇതൊക്കെ ഒരു നുണയല്ലേ രേണു? വേണ്ടട്ടോ, നീ ചായ അടിച്ചാ മതി, നീ എന്നെ അടിക്കാൻ നിൽക്കണ്ട. ഓക്കെ, ഒരിക്കലും അല്ല. ഞാൻ എന്തിനാ നുണ പറയുന്നത് ഇവിടെ ഇരുന്നോണ്ട്? ഇത്രയൊക്കെ കാണിച്ചു കൂട്ടിയിട്ട് എന്ത് കാണിച്ചു കൂട്ടിയിട്ട് ഇത്രയൊക്കെ എന്താണ് ഞാൻ കാണിച്ചു കൂട്ടി? അഭിനയിക്കുന്നു, എന്റെ ഇഷ്ടമാണ് ഞാൻ അഭിനയിക്കുന്നത്. അഭിനയത്തിന് അഭിനയം ഒന്ന് പറയാവോ? അപ്പൊ മറ്റേ എന്താണ് പറയണ്ട. ഒരുമാതിരി ചൊറിഞ്ഞു വരുന്നുണ്ട് നിന്റെ വർത്താനം കേട്ടിട്ട്. നിങ്ങളുടെ ഇഷ്ടം. ഞാൻ എന്റെ അഭിനയത്തിന് അഭിനയെന്നേ പറയത്തുള്ളൂ, ബാക്കിയൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അത്ര പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാനുള്ള ബുദ്ധി അതിനുണ്ടോ? എനിക്കൊന്നും അവരെയൊക്കെ കളിയാക്കുന്ന ഒരു എനിക്കറിയത്തില്ല, ഞാൻ ആരും കളിയാക്കുന്നില്ല. നന്നായിട്ട് അഭിനയിക്കുന്ന മഞ്ജു വാര്യർ, നവ്യ നായർ, ശോഭന, അവരെ നടനം എന്നൊക്കെ പറയുന്നത്. പറഞ്ഞോട്ടെ, ഫ്രഷ് ആയിട്ട് വരുന്ന പറഞ്ഞോട്ടെ. മമിത, ഇവരെയൊക്കെ നമുക്ക് അഭിനയം എന്ന് പറഞ്ഞോളൂ. താങ്കളെ ഇപ്പൊ നമ്മൾ എന്താ വിളിക്കേണ്ടത്? അഭിനയം. ഞാൻ എന്നെ അഭിനയം എന്നാണ് വിളിക്കുന്നത്. താങ്കൾക്ക് ഇഷ്ടമുള്ള താങ്കൾ വിളിച്ചോളൂ. നീ വിശ്വസിക്കണ്ട.